ഇന്നേ ഇച്ചിരി ഒരു ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് ചിക്കൻ 2-3 ദിവസമായി ചിക്കൻ വാങ്ങിയിട്ട് ബാക്കി എല്ലാം എടുത്തു. ഞാൻ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിച്ച് ഫ്രീസറിൽ വച്ചേക്കും. ഇതിപ്പോൾ ബാക്കി വന്ന ചിക്കനാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു 2 സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി, ഇച്ചിരി കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകം ഒരുപാട് സമയമൊന്നും എടുക്കില്ല, 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം സവാള വഴറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ പേസ്റ്റ് ഒന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്തിരുന്നാൽ മതി. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഇത്തിരി തരുതരാന്ന് പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തീരെ പൗഡറായിട്ടുള്ളതല്ല, ഞാൻ അങ്ങനെയാണ് മസാലപ്പൊടി. ഇത് മസാലയല്ല, പെരിഞ്ജീരകമാണ് ഞാനിത് പൊടിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ചിക്കൻ കറി വയ്ക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ. ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വയ്ക്കുക, എണ്ണ ഒഴിക്കുക, അതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി 2 കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന സവോളയും എല്ലാം കൂടെ ഇതിലോട്ട് ഒരുമിച്ച് അങ്ങ് കുക്കറിലോട്ട് ഒന്ന് ഇടാം. നമുക്ക് പ്രത്യേകം വേവിക്കുക ഒന്നും വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കുക്കറിലോട്ട് ഒന്ന് തട്ടാം. തട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം. ഇളക്കിയിട്ടിട്ട് അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചേക്കുവാണ്, നല്ലവണ്ണം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഇതിലോട്ടൊന്ന് തട്ടാം. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വച്ചിരുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇതിലോട്ടൊന്ന് എടുത്ത് ഒരുമിച്ച് അങ്ങ് തട്ടാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്യാസിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ ഇതിലോട്ടങ്ങ് ഇടുവാണ്. എന്നിട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്യും. ചിക്കൻ പീസ് കുറച്ചേ ഉള്ളൂ. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ചൂട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് അടച്ചിടാം. ഇതുണ്ടോ, നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരുമിച്ചാണ് ഇട്ടത്. ഇതൊന്ന് അടച്ചിട്ടിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് 3 വിസിൽ കേട്ട് കഴിയുമ്പോൾ എല്ലാം വേവും. കാരണം ചിക്കൻ വെന്ത് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചതുകൊണ്ട് 3 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പെടുക്കാം. ഇതാ നോക്കിക്കേ, അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ, എല്ലാ സവാളയും തക്കാളി എല്ലാം വെന്ത് നല്ലവണ്ണം ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പാടുമില്ല, ഒരുപാട് സമയം വേണ്ട, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാം. ഇനി ഇച്ചിരി മല്ലിയിലയും കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാണ്ടോ, രാവിലെ സ്കൂളിലൊക്കെ നമുക്ക് അറിയാമല്ലോ, സ്കൂളിലൊക്കെ കുട്ടികൾ പോകുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും രാവിലെ. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇനി അല്പം കൂടെ മല്ലിയില ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എത്ര സമയം എടുത്തു? വെറും 5 മിനിറ്റ്. അതാണ്ടോ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറി. ഇതാണ്ടോ, നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കണം. 5 മിനിറ്റ് മതി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടി. സാധാരണ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ചിക്കൻ വെച്ച് വരാൻ ഒരുപാട് സമയം എടുക്കുമെന്ന്. ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് കണ്ട അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാ പേരും ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെച്ച് നോക്കണം. അതാണ്ടോ, നല്ല ഗ്രേവിയാണ്, നമുക്ക് ആവശ്യത്തിന് എല്ലാ ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. അതാണ്ടോ, നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.